Hello friends, welcome back to Lifeline PSC. Lifeline PSC ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ എന്ന നോവൽ ഏത് കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രചിച്ചിട്ടുള്ളത്? സന്യാസി ലഹള. സന്യാസി ലഹള നടന്ന കാലഘട്ടം ഏതാണ്? 1770 മുതൽ 1820 വരെ. മജ്നു ഷാ നയിച്ച കലാപമേത്? ഫക്കീർ ലഹള. സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ ആരായിരുന്നു? സിദ്ധു കാൻഹു. മുണ്ട കലാപം നയിച്ചത്? ബിർസ മുണ്ട. 1900 ജൂൺ 9 റാഞ്ചി ജയിലിൽ വെച്ച് 24-ാം വയസ്സിൽ മരണപ്പെട്ട ഗോത്ര സമര നായകൻ? ബിർസ മുണ്ട. ബിർസ മുണ്ടയുടെ ജീവിതം ആധാരമാക്കി ബംഗാളി എഴുത്തുകാരിയായ മഹാശ്വേത ദേവി രചിച്ച നോവൽ? അരണ്യർ അധികാർ. അനുചരർ ബിർസ മുണ്ടയെ ഏത് പേരിലാണ് വിളിച്ചിരുന്നത്? ഭഗവാൻ. തമിഴ്നാട്ടിലെ മുൻ തിരുനെൽവേലി രാജവംശവും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പോളിഗാർ യുദ്ധങ്ങൾ. ഒന്നാം പോളിഗാർ യുദ്ധത്തിലെ നായകൻ ആരായിരുന്നു? വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. 1799 ഒക്ടോബർ 16 വീരപാണ്ഡ്യ കട്ടബൊമ്മനെ ബ്രിട്ടീഷുകാർ പരസ്യമായി തൂക്കിലേറ്റിയ സ്ഥലം? കായത്താർ, തമിഴ്നാട്. അഹോം ലഹള നടന്നത് ഇപ്പോഴത്തെ ഏത് സംസ്ഥാനത്താണ്? അസം. അഹോം ലഹള നയിച്ചത് ആരാണ്? ഗോംദർ കോൺവർ. ഏത് പ്രദേശത്തെ ഗോത്രജനതയാണ് 1832-33 കാലത്ത് കോൾ ലഹള നടത്തിയത്? ഛോട്ടാ നാഗ്പൂർ. ബംഗാളിലെ സമരമായ നീലം കർഷക കലാപം നടന്ന വർഷം? 1859-60 കാലഘട്ടങ്ങളിൽ. നീലം കർഷക കലാപത്തെ ആധാരമാക്കി ബംഗാളി എഴുത്തുകാരനായ ദീനബന്ധു മിത്ര രചിച്ച പ്രസിദ്ധമായ നാടകം ഏതാണ്? നീൽ ദർപ്പൺ. ഇന്ത്യൻ സായുധ സമരത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? വാസുദേവ് ബൽവന്ത് ഫാട്കെ. വാസുദേവ് ബൽവന്ത് ഫാട്കെ രൂപവൽക്കരിച്ച വിപ്ലവ സംഘടന ഏത്? റമോഷി. 1883 ഫെബ്രുവരി 17 ഏതനിലെ ജയിലിൽ വെച്ച് നിരാഹാരം അനുഷ്ഠിക്കവേ മരണപ്പെട്ട വിപ്ലവകാരി ആര്? വാസുദേവ് ബൽവന്ത് ഫാട്കെ. ഭീൽ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാര്? ഭഗവത്ജി നായിക്. ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ സമരം നയിച്ചതിനെ തുടർന്ന് 1829 ഫെബ്രുവരി 2 തടവറയിൽ കിടന്ന് മരണപ്പെട്ട ദക്ഷിണേന്ത്യയിലെ രാജ്ഞി? കിറ്റൂർ റാണി ചെല്ലമ്മ. വെല്ലൂർ കലാപം നടന്നതെന്ന്? 1806 ജൂലൈ 10. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത്? വെല്ലൂർ കലാപം. ബിർസ മുണ്ടയുടെ 125-ാം ജന്മദിനമായ 2000 നവംബർ 15 നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ബിർസ മുണ്ട വിമാനത്താവളം എവിടെയാണ്? റാഞ്ചി. ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം? 1793 മുതൽ 97 വരെ. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടന്നത് എപ്പോൾ? 1800 മുതൽ 1805 വരെ. പഴശ്ശി രാജയെ തോൽപ്പിക്കുന്നതിനായി നിയമിക്കപ്പെട്ട തലശ്ശേരി സബ് കളക്ടർ? തോമസ് ഹാർവി ബാബർ. പഴശ്ശി രാജയെ നേരിടുന്നതിനായി ബ്രിട്ടീഷുകാർ രൂപം കൊടുത്ത പോലീസ് സംഘം അറിയപ്പെട്ടിരുന്ന പേര്? കോൽക്കാരന്മാർ. പഴശ്ശി രാജയുടെ ജീവാർപ്പണം നടന്ന ദിവസം? നവംബർ 30, 1805. പഴശ്ശി രാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? മാനന്തവാടി. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ?
കോഴിക്കോട് ഈസ്റ്റ് ഹിൽ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം 1695 നടന്ന അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. ഏത് ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഇടപെടലുകളാണ് വേലുത്തമ്പിയെ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രക്ഷോഭം നടത്താൻ പ്രേരിപ്പിച്ചത്? കേണൽ മെക്കാളെ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതെന്ന്? 1809 ജനുവരി 14. 1809 മാർച്ച് 29 വേലുത്തമ്പി ജീവാർപ്പണം ചെയ്ത മണ്ണടി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കുറിച്യ കലാപം ആരംഭിച്ചതെന്ന്? 1812 മാർച്ച് 25. കുറിച്യ ലഹളയുടെ പ്രധാന കാരണം എന്തായിരുന്നു? നികുതിയായി സാധനങ്ങൾക്ക് പകരം പണം ഈടാക്കുന്ന ബ്രിട്ടീഷ് നയം. കുറിച്യ കലാപം നയിച്ചതാര്? രാമനമ്പി. വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഏത് ലഹളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ ലഹള. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവം വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡിക്ക് കാരണമായ തീവണ്ടി തിരൂരിൽ നിന്നും എങ്ങോട്ടാണ് തടവുകാരെ കൊണ്ടുപോയത്? കോയമ്പത്തൂർ. എൻഫീൽഡ് P53 റൈഫിൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെ തൂക്കിലേറ്റപ്പെട്ടതെന്ന്? 1857 ഏപ്രിൽ 8. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? 1857 മെയ് 10. സമരം പൊട്ടിപ്പുറപ്പെട്ട മീററ്റ് ഇപ്പോൾ ഏത് സംസ്ഥാനത്താണുള്ളത്? ഉത്തർപ്രദേശ്. മൗലവി അഹമ്മദുള്ള സമരത്തിന് നേതൃത്വം നൽകിയ പ്രദേശം? ഫൈസാബാദ്. സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ യുദ്ധം നയിച്ച താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്ത്? രാമചന്ദ്ര പാണ്ഡുരംഗ. പൈക കലാപം നടന്ന വർഷം? 1817. ഇപ്പോഴത്തെ ഏത് സംസ്ഥാനത്താണ് പൈക കലാപം നടന്നത്? ഒഡീഷ. പൈക കലാപം അറിയപ്പെടുന്ന മറ്റൊരു പേര്? പൈക വിദ്രോഹ. പൈക കലാപത്തിന്റെ പ്രമുഖനായ നേതാവ്? ബഷി ജഗബന്ധു. പൈക കലാപത്തെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? കലാപത്തിന്റെ 200ാം വാർഷികമായ 2017. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.